ഗൈസ് നമ്മൾ എറണാകുളം പോവാണ്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എറണാകുളം നിന്ന് പോവാണ്. ആദ്യം ഞങ്ങൾ ട്രെയിനിൽ ഷൊർണൂർക്ക് പോയി വെല്ലപ്പുഴന്ന്. എന്നിട്ട് അവിടുന്ന് ആലുവേക്കാണ് ഞങ്ങൾ ഷൊർണൂരിൽ ട്രെയിൻ എടുത്തിട്ടുള്ളത്. നല്ല തിരക്കൊന്നും ട്രെയിനിലൊക്കെ. ഞങ്ങളപ്പോൾ ആലുവയിലൊക്കെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ മെട്രോയിൽ കയറാൻ പോയി. മെട്രോയിൽ കയറാൻ പോയപ്പോൾ അവിടെ നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയൊക്കെ കുറേ കാലത്ത് ആഗ്രഹിക്കുന്നു ആ ബാഗിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ കാണുമ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആ കാർഡ് വെച്ചിട്ട് ഞാൻ കയറിയില്ലെങ്കിൽ നമ്മളെ മേത്തൊക്കെ ആകെ ഒന്ന് അടിക്കും. അത് മെട്രോയിൽ പോണ വീഡിയോ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കി. ഇതൊരു വലിയ വീഡിയോ ആക്കിയിട്ട് തന്നെ ഇടണേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സിലൊക്കെ കയറിയിട്ടാണ് പിന്നെ പോയത്. ഇതിൽ മമ്മൂട്ടിയില്ല. ഈ സ്റ്റെപ്പുമ്പോൾ ഓരോ ടെക്നിക്കുകൾ ചെയ്തുക്കണു. ഞങ്ങൾ പിന്നെ ബസ് കയറിയിട്ടാണ് പിന്നെ ഫോറം മാൾക്ക് പോയത്. ഇത് പെരുന്നാളിന് ശേഷം പോയതാണ്, ഇപ്പോഴാണ്. പിന്നെ ഫോറം മാളിൻ്റെ അടുത്തൊരു ഇതുണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാൻ ബിരിയാണിയും ബാക്കിയുള്ളവരൊക്കെ മന്തിയാണ് കഴിച്ചത്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി മന്തിയായിരുന്നു. പിന്നെ ഇപ്പിയും ഞങ്ങളെ ഉമ്മമ്മയും മീൽസാണ് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ മെല്ലെ ഫോറം മാൾക്ക് പോയി. അതിന് മുമ്പ് ഫോറം മാളിൻ്റെ നിസ്കാർ റൂമിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അമ്മതൊക്കെ അവിടെ പോയപ്പോൾ തുള്ളി ചാടിയിരുന്നു. അമ്മദൂന് എന്താ വേണ്ടതെന്ന് അറിയില്ല. അമ്മദു ഓരോ സാധനത്തിൽ കയറാനും മുട്ടായിക്കൊക്കെ കരഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം. നിങ്ങൾ കൊച്ചിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. നിങ്ങൾ ഫോറം മാൾക്കാണ് പോയിക്കണേ ലുലുക്കാണ് പോയിക്കണേ. ഞങ്ങൾ ലുലു പോയതുകൊണ്ട് പിന്നെ ഫോറം മാൾ പോയി. ലുലു ആണ് ഞങ്ങൾ അധികം പോയിട്ടുള്ളത്. ഫോറം മാൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാ കടയൊക്കെ ഒന്ന് കയറി ഇറങ്ങി. സ്റ്റാർബക്സിലൊരു കുപ്പിക്കൊക്കെ നല്ല റേറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർബക്സിക്കൊന്നും കയറാൻ നിന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റാർബക്സിക്കൊന്നും കയറില്ല, നമ്മളിൽ അതിനുള്ള ബഡ്ജറ്റ്. പിന്നെ നമ്മൾ ഫോറം മാൾ തന്നെ ലോറ് കസറൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ പിന്നെ ഞങ്ങളൊരു ഇതിൽ കയറിയതിൽ അവിടെ ഫുള്ള് ചില്ലിൻ്റെ ഇതാണ്. അമ്മദൂനെ എടുത്ത് നടക്കാനാണ് പറ്റൂല. അമ്മദ് അങ്ങനത്തെ കുരുത്തക്കേട കാട്ടിയെന്ന്. ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടെ ഡ്രസ്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ നല്ല സ്പെൻഡ് ചെയ്ത് നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വാങ്ങാൻ നല്ല റേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതുമൊക്കെ ഒന്നും തിരിഞ്ഞ് നോക്കിയില്ല. ഞങ്ങൾ വലിയ വീട് വെക്കുമ്പോൾ ഞങ്ങൾ വീട് പണി നടക്കുന്നുണ്ട്. ആ വീട് പണിക്ക് വരുമ്പോൾ ഞങ്ങൾ ഇനി അടിപൊളി സാധനങ്ങൾ വാങ്ങും. അപ്പോൾ എത്ര വിലയുണ്ടെങ്കിലും നമ്മൾ വാങ്ങിയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ ഫോളോ ചെയ്ത് കൂടുക. എനിക്ക് അവിടുന്ന് മേടിച്ച് പോരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എങ്ങനെ അമ്മദു മണ്ടേന്ന് അമ്മദൂനെ എടുക്കാൻ സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കില്ല. പിന്നെ ഞങ്ങളിത് ട്രെയിനിലാണ് പോകുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങിയില്ല. നമ്മളെ ക്രിസ്ത്യൻസിനും മുസ്ലിമിനും എല്ലാവർക്കും പറ്റിയ കുറേ സാധനങ്ങളുണ്ട് അവിടെ. ഇതൊക്കെ കാണുമ്പോൾ മേടിച്ച് പോരാൻ തോന്നും. പക്ഷേ നമ്മളിത് വലിയ വീട് വെക്കുമ്പോൾ നമ്മൾ മേടിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുകയും എനിക്ക് കണ്ടിട്ട് അഭിപ്രായം പറയും. എന്നിട്ട് ഞങ്ങൾ വെറും 6 രൂപയുടെ ബോട്ടിങ്ങിനൊക്കെ പോവുകയാണ്. ഞങ്ങൾ അടിപൊളിയായതുകൊണ്ട് 6 രൂപയുടെ ബോട്ടിങ്ങിനൊക്കെ പോകണേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു തലക്കൊക്കെ പോകണം. ഞാൻ പറയുകയാണെങ്കിൽ കുറേ പറയണം. വലിയ കപ്പിൾസിനും ഒക്കെ പോവുകയാണ്. പിന്നെ ഞങ്ങൾ കൊച്ചി 2-3 വട്ടം പോയിക്കോളും. പക്ഷേ അവിടെ കുറേ കാണാനുണ്ട്. ഇവിടെ എത്തുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എത്തണം. Yo no le doy. Sabes, no pierdas el tiempo, dale, vente, pégate lento. No, dale, no pierdas el tiempo. Esta noche me puse, eso no le doy.
നമ്മളൊരു ചെറിയ ബീച്ചൊക്കെ കാണാൻ പോയി. ഞാൻ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഒരു വളയും അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങി, അതിന് ബബിളി ഒക്കെ വാങ്ങി. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്പ്രേ കമ്പനി അങ്ങനെയൊക്കെ പോയി. അവിടെ ലോകത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ബോട്ടിങ്ങിന് പോകുമ്പോഴായിരുന്നു നല്ല രസം കാണാൻ. ഞാനും കാക്കുമൊക്കെ ജനലിന് വേണ്ടി തല്ലുണ്ടാക്കിയിരുന്നു. അങ്ങനത്തെ നല്ല രസമായിരുന്നു കാണാൻ പോകുമ്പോഴൊക്കെ. ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ വീഡിയോ ആക്കി ഇടാൻ ഇതൊക്കെയാണ് കാരണം. വലിയ വീഡിയോ ഇതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല രസമായിട്ടായിരുന്നു കാണാൻ. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയും. ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇതൊക്കെ എടുക്കണത്. നമ്മൾ ആ സ്പ്രേ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്പ്രേ കടയായിരുന്നു. അവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ പക്ഷേ അവിടുന്ന് 1 മണിക്കൂർ നേരം നിൽക്കണ ഞങ്ങൾ ചന്ദനത്തിരി വാങ്ങി. അവിടെ എല്ലാം പാടെ മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ 200 റുപ്യക്ക് ഒരു ഇത് വാങ്ങി. അടിപൊളിയായിരുന്നു അവിടെ കാണാൻ. ഇതൊക്കെ അതിൻ്റെ മേലെ ചെയ്തിട്ടുള്ളത്, മേലെ റൂഫുമ്മ ഫുള്ള് ചന്ദനത്തിരിയാണ്. പിന്നെ ഒരു സൈഡിൽ റൂഫുമ്മ ഫുള്ള് സ്പ്രേ കുപ്പിയാണ്. അങ്ങനെ ഫുള്ള് ഡിസൈൻ അടിപൊളിയെന്ന് കാണാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരിക്കുള്ള ബെസ്റ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പ്രേ കുപ്പിക്കുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ കൊച്ചിയിലുള്ള ഈ കടയിലേക്കാണ്. പിന്നെ അവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ പോയപ്പോൾ. പക്ഷേ ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ അത് കണ്ടില്ല. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ സ്പ്രേ കുപ്പി, ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചന്ദനത്തിരി. എല്ലാവരും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഏകദേശം 400 എത്ര കിലോ ഉണ്ട് ഇത്. ഇതൊക്കെ കാണാൻ പറ്റിയതിന് വലിയ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ടൊക്കെ വരുന്നത്. ഞാൻ കുറേ 2-3 വട്ടം കൊച്ചി പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് പോണത്. ഇന്നും കുറേ കാണാനുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നേരത്തെ അടച്ചു പൂട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല സങ്കടമുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നേരത്തെ പോകും. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ബാക്കി പിന്നെ